ശാന്തിവിള ദിനേശ് സാറേ, സാറിനെ പോലെ ചങ്കൂറ്റമുള്ള സത്യത്തിന്റെ പക്ഷത്ത് നിന്ന് അണുവിട വ്യതിചലിക്കാത്ത ഉത്തമ ബോധ്യമുള്ള ഒരു മനുഷ്യനെ ഞാൻ ഈ ഈ ചുറ്റുപാടിൽ ഈ വർത്തമാന സാഹചര്യത്തിൽ കണ്ടിട്ടേ ഇല്ല. എനിക്ക് സാറിൻ്റെ കഴിഞ്ഞ 2-3-4 ദിവസം ആ വിധി വരുന്നതിന് മുമ്പുള്ള കാക്ക മലന്ന് പറക്കുമെന്നുള്ള സാറിൻ്റെ ആ ചങ്കുറപ്പോടുള്ള ആ മറുപടി ഉണ്ടല്ലോ, ആ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് സാറിൻ്റെ കൂടെ ഉണ്ട് ഞങ്ങളൊക്കെ. വളരെ ന്യൂനപക്ഷമായിരിക്കും ഈ തെമ്മാടികളെല്ലാം കൂടെ എന്തെല്ലാമാണ് ഈ കാട്ടിക്കൂട്ടുന്നതും വിധി പ്രസ്താവിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു. ഈ ചാനലുകാരെല്ലാം കൂടെ സാറിനെ പോലുള്ളവർ ഞങ്ങളുടെ നിശബ്ദതയിൽ സാറിൻ്റെ ശബ്ദം ഉയർന്നു വന്നതിൽ അങ്ങേയറ്റം അഭിമാനം തോന്നുന്നു. അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ സാറേ, താങ്ക് യു. നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഈ കഥയിലെ സൂത്രധാരനെ ഇത്തരക്കാരനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചതേ അല്ല. ഞാൻ മാർട്ടിൻ പറഞ്ഞതിൽ നിന്നാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു സംവിധായകൻ, അയാൾ നൊട്ടോറിയസ് ക്രിമിനലാണ്, ഏത് തരികടയും കളിക്കുന്ന ആളാണ്. പിന്നെ ഒരു സൂപ്പർ താരം ആണല്ല, ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും. കാരണം ദിലീപിൻ്റെ പുക കണ്ടേ അടങ്ങൂ എന്ന് ശപഥം ചെയ്ത് നടക്കുന്ന ആളാണ് ഒരു മനുഷ്യൻ. അതാരുമാകട്ടെ, അവൻ്റെ സ്വകാര്യതയിൽ കടന്നു കയറാൻ ആർക്കെങ്കിലും അനുവാദമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നടിയെ ആക്രമിച്ച കേസിൽ വിധി പറയുന്ന ഡിസംബർ 9 രാവിലെ ഡ്രസ്സൊക്കെ ഇട്ട് ദിലീപ് തയ്യാറെടുക്കുമ്പോൾ അയാളുടെ വീടിൻ്റെ മേളിൽ റിപ്പോർട്ടർ ചാനലിന് വേണ്ടി ഒരു ഡ്രോൺ പറക്കുന്നു. ഒരാളുടെ സ്വകാര്യതയുടെ ലംഘനമല്ലേ എന്ന് ചോദിച്ചാൽ ലംഘനമാണ്. സത്യത്തിൽ ദിലീപ് അതിൻ്റെ പേര് കേസിന് പോവേണ്ടതാണ്. കാരണം അയാൾക്ക് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും വളർന്നു വരുന്നൊരു കൊച്ചുകുട്ടിയും ഓർമ്മ നശിച്ചു തുടങ്ങിയ ഒരു അമ്മയും ഒക്കെ ഉള്ളൊരു വീടാണ്, ഒരു കൂട്ടുകുടുംബമാണ് അയാളുടെ. ആ വീട്ടിൻ്റെ മേളിൽ അയാൾ കാറിൽ കയറാൻ വരുന്നത് ചിത്രീകരിക്കാനായിട്ട് അയാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരു ഡ്രോൺ പറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പറയേണ്ടത്? വീട്ടിൽ എന്താ പറയുക, അയാൾ തയ്യാറെടുക്കുമ്പോൾ അയാളുടെ വീടിൻ്റെ മേളിൽ റിപ്പോർട്ടർ ചാനലിന് വേണ്ടിയാണ് ഈ ഡ്രോൺ പറക്കുന്നത്. എന്നെപ്പോലെ ഒരുത്തനായിരുന്നെങ്കിൽ, സത്യം പറയുകയാണ് ഞാൻ, അനാവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്, സഭ്യതയില്ലാത്തതാണെന്ന് തോന്നരുത്. എനിക്കിതുപോലൊരു അവസ്ഥ വരികയും എൻ്റെ വീട്ടിൻ്റെ മേളിൽ ഇതുപോലെ എൻ്റെ അനുവാദമില്ലാതെ ഡ്രോൺ പറന്നാൽ ഞാൻ അടിവസ്ത്രം പോലും ഇടാതെ ഇറങ്ങി വന്നിട്ട് മുണ്ട് പൊക്കി കാണിക്കുന്ന എടുത്തോ എന്ന് പറയും, ഉറപ്പായിട്ട് പറയും. കാരണം ലൈവ് പോവല്ലേ, ഈ ചെറ്റ പണി ചെയ്യുന്നവരുടെ ആയിരങ്ങൾ കാണട്ടെന്നേ. എൻ്റെ മാനത്തിന് അല്പം ക്ഷതമേറ്റാലും യവനെപ്പോലുള്ളവന്മാർ ഇനി അത് ചെയ്യരുത് എന്നാണ്. എന്തുകൊണ്ട് ദിലീപിന് കേസിന് പോകാൻ പറ്റില്ല? അയാൾ കേസിന് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഇന്നിപ്പോൾ വിധി പ്രഖ്യാപിക്കുന്ന ചർച്ചകൾക്കിടയിൽ ജഡ്ജി ഹണീം വർഗീസ് പറയുന്നുണ്ട്, എന്നെ നിങ്ങൾക്ക് എന്ത് വേണോ പോസ്റ്റ്മോർട്ടം ചെയ്യാം, എൻ്റെ ഇന്നലെകളും മെനങ്ങാന്നുകളും ഒക്കെ അന്വേഷിച്ചോളൂ, പക്ഷേ കോടതിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ അനാവശ്യമായി പറയുന്നവർക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നടപടി ഉണ്ടാവുമെങ്കിൽ കേരളത്തിലെ 2 പ്രധാന ചാനലുകൾ അകത്താവുന്നുള്ള ഒരു ഉറപ്പാണ്. അവരെ ലൈസൻസ് പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ യൂട്യൂബർമാർ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ കൂതറകൾ, കോടതി അലക്ഷ്യ കേസ് ഇവരെ പേരിൽ സ്വമേധയാ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിലേ ഇവിടെ കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ടാവുള്ളൂ. അതൊരു ചെറ്റ സംസ്കാരമാണെന്നേ. അത് പത്രക്കാർക്കായാലും ചാനലുകാർക്കായാലും മനുഷ്യർക്കായാലും അത്തരം കണ്ടവൻ്റെ സ്വകാര്യതയിൽ കടന്നു കയറാൻ ഒരു അവകാശവുമില്ല. ഇപ്പോൾ എന്താ പറയുക, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ, രാഹുൽ ഈശ്വറിൻ്റെ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലുമൊക്കെ. അതിലുമൊക്കെ ഇതുപോലെ സ്വകാര്യ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. അയാൾ വീട്ടിൽ നിന്ന് കാറിലേക്ക് കയറാൻ കുട പിടിച്ചുകൊണ്ട് വന്ന് കയറേണ്ട ഗതികേടായി ദിലീപിന്. കാരണം ടോപ്പാങ്കളിൽ ഇത് നിന്ന് കറങ്ങുകയാണെന്നേ ഈ ഡ്രോൺ. അയാൾ കാറ് ഒരു അവിടുത്തെ ജോലിക്കാരനോ ഡ്രൈവറോ ആരെങ്കിലും ആയിരിക്കും, അയാൾ കുട പിടിച്ച് ദിലീപിനെ കൊണ്ടുവന്ന് കാറ് കയറ്റുന്നു. എന്നിട്ടോ ആലുവ മുതൽ ഈ ഡ്രോൺ മോൾ കൂടെ പറക്കുകയാണ് ദിലീപ് പോണ. ഇയാളൊരു കൊള്ളക്കാരനാണെങ്കിൽ ശരി, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒളിച്ചു പോയവനാണെങ്കിൽ ശരി, അവനെ കണ്ടുപിടിക്കാൻ പോലീസിനെ സഹായിക്കാൻ എന്നൊക്കെ പറയാം. ഇതയാൾ കോടതിയിൽ വിധി കേൾക്കാൻ മാനം മര്യാദയ്ക്ക് പോകുമ്പോൾ അയാളുടെ ഇന്നോവ കാറിൻ്റെ മുകളിൽ കൂടെ ഡ്രോൺ പറക്കുന്നു. മൊട്ട
അതിൻ്റെ കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ഇപ്പോൾ പാലാരിവട്ടം വളമെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാണമില്ല എന്നാണ് അയാളുടെ. അയാളൊരു അധ്യാപകനാണ്, കോളേജ് അധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞു. ഇയാളെയൊക്കെ ഒരു സംസ്കാരം നിങ്ങൾ ആലോചിച്ചു. റേറ്റിങ്ങിന് വേണ്ടി കാണിക്കുന്ന തെമ്പാടിത്തരമാണ്. എന്നിട്ട് ആലുവ മുതൽ ഈ ഡ്രോൺ പറക്കുകയാണ് ക്യാമറയുമായിട്ട്, പിന്നാലെ കാറുകൾ. ആ കാറുകളുടെ രസമാണ് രസം. ഒരു കാറ് അതിൻ്റെ ഒരു ഏരിയ എത്തുമ്പോൾ അതിന് ട്രാഫിക് കുരുക്കിലൂടെ കയറാൻ പറ്റുന്നില്ലെങ്കിൽ വേറൊരു ജംഗ്ഷനിൽ അടുത്ത കാറ് കാത്തിരിക്കുകയാണ്. ഈ മുകേഷിനെ ഇട്ട് ഓടിച്ചില്ലേ അതേപോലെ ഇങ്ങനെ പല കാറുകളിൽ ക്യാമറയും വെച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതൊരു പുതിയ ചെറ്റ സംസ്കാരമാണ് റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ കേരളത്തിൽ പ്രേക്ഷകരെ പഠിപ്പിക്കുന്നത്. ആരുടെയും പറയുക പപ്പരാസികളെന്ന് പറയുന്ന ഒരു വർഗമുണ്ടല്ലോ സായിപ്പിൻ്റെ നാട്ടിൽ, ആ ലെവലിലേക്കാണ് പോകുന്നത്. കാറ് സഡൻ ബ്രേക്ക് ഇട്ടിട്ട്, അപ്പോൾ സഡൻ ബ്രേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ ഈ പുറകെ വരണ റിപ്പോർട്ടറിൻ്റെ കാറൊന്നും ഇടിക്കിട്ട് പുല്ല് ഇടിക്കട്ടെന്ന് വിചാരിക്കണമെന്നേ. സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ട് ഇറങ്ങി ചെന്നിട്ട് ചോദിക്കണം, ആ മുട്ടയ്ക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കണമായിരുന്നു ദിലീപ്. ആ ചെറ്റിയോട് പറ ഞാൻ ഇറങ്ങുകയാണ് എന്നൊക്കെ ഒരു കീച്ചണമായിരുന്നു ദിലീപ്. കാരണം ലൈവല്ലേ, എല്ലാവരും കണ്ടനെ അത്. അയാളുടെ നെഞ്ചിലെ തീയ് മറ്റുള്ളവർ കമ്പിക്കഥ കാണും പോലെ ആസ്വദിക്കുന്ന രീതിയിലായിരുന്നു ടി വി ചാനലുകളും യൂട്യൂബർമാരും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ മൊട്ടയുടെ ചാനൽ. മൊട്ടയ്ക്ക് മുമ്പ് ഈ ചാനൽ ചാകാതെ കിടന്നത് 3-4 വർഷം ദിലീപിനെ പറ്റിയുള്ള 16 മണിക്കൂർ ചർച്ചകളായിരുന്നു. ശമ്പളം കൊടുക്കാതെ എല്ലാവരും രാജിവെച്ച് പോയപ്പോൾ ചാനൽ മുതലാളിയും ഒരു പെണ്ണുമ്പിള്ളിയും കൂടെ രാവിലെ ഹാർമോണി പെട്ടി എടുത്ത് വെച്ചോണ്ടിരിക്കും. രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങുകയാണെന്നേ ദിലീപിൻ്റെ കേസ് ചർച്ച. വഴിയെ പോണ ഏത് അലവലാതിയെ കിട്ടുമോ അവനെയൊക്കെ വിളിച്ചിരുത്തി ചർച്ചയായിരുന്നു. ഈ ബാലേന്ദ്രകുമാറിനെ കിട്ടിയപ്പോൾ പിന്നെ ഉറങ്ങിയിട്ടില്ല. ഇത് വെച്ചാണ് ഒരു 3-4 വർഷം ജീവിച്ചത്. ദിലീപിനെ വെച്ചാണ് ജീവിച്ചത്. ഒടുവിൽ ചാനൽ വിറ്റപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയിട്ടും കൂടെ നിന്ന് ആ പെണ്ണുമ്പിള്ളയ്ക്ക് 10 പൈസ ശമ്പളം കൊടുക്കാതെ എത്രയോ മാസത്തെ ശമ്പളം കുടിശ്ശിക ഇട്ടിട്ട് ഇപ്പോഴത്തെ മുതലാളി ആൻഡോ അഗസ്റ്റിന് കോടിക്കണക്കിന് രൂപ വിറ്റ് കഷത്ത് വെച്ചിട്ടുണ്ട്. മറ്റേ മുതലാളി അങ്ങ് പോയി. മുതലാളി ഇപ്പോൾ അടുത്ത 5 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എങ്ങനെ ജയിപ്പിക്കാം എന്നുള്ളതിന് സൈബറിൻ്റെ വിങ്ങിൻ്റെ തലവനോ എന്തോ ആയിട്ട് പിണറായി വിജയൻ വിളിച്ചിരുത്തിയിട്ടുണ്ട് ഇവിടെ AK സെൻറ്ററിൽ. നമ്മുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയുടെ ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. ഇയാളെപ്പോലുള്ള വിവരവും സംസ്കാരവും ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന, എന്നാൽ അതൊട്ടുമില്ലാത്ത, തൊട്ടു തെറിച്ചിട്ടില്ലാത്തവനെയൊക്കെ വിളിച്ച് പാർട്ടിയുടെ സൈബർ വിങ്ങൊക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ് അടുത്ത 5 വർഷം ജയിക്കാനുള്ള വഴി നോക്കാൻ. എനിക്ക് പലപ്പോഴും എൻ്റെ പാർട്ടിയോട് പുച്ഛം തോന്നുന്നത് അതുകൊണ്ടാണ്. പുതിയ മുതലാളിയായ ആൻഡോ അഗസ്റ്റിനെ അറിയേണ്ടത്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ആൻഡോ എനിക്കിഷ്ടമാണ്. നിങ്ങളുടെ ചങ്കൂറ്റം, കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലുള്ള കഴിവ് ഒക്കെ എനിക്കിഷ്ടമാണ്. അതുപോലെ പേടി എന്നുള്ളൊരു വികാരമില്ലാതെ സംസാരിക്കുന്നു. കേന്ദ്രത്തോടൊക്കെ അയാൾ മുട്ടുന്നത് പോടി നിൻ്റെ ഒലിയിക്കുന്നതാണ് ഇവിടുത്തെ ഒരു മഞ്ഞൾ നേതാവില്ലേ, മഞ്ഞേരുടെയൊക്കെ പറയണത്, ചെന്നുണ്ടാക്ക് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കതുകൊണ്ട് തന്നെ ആൻഡോ അഗസ്റ്റി എന്നെപ്പോലെ സ്വഭാവമുള്ളവരെ എനിക്കിഷ്ടമാണ്. ഒരു ബന്ധു സ്ത്രീയെ വെള്ളപൂശാൻ മുട്ട കാട്ടിക്കൂട്ടുന്ന തരികിടകൾ മാത്രം ആൻഡോ അഗസ്റ്റിനെ നിയന്ത്രിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദിലീപ് ഒരു പരാതിയുമായി ഡൽഹി വരെ പോയാൽ അനുഭവിക്കുന്നത് ആൻഡോ നിങ്ങൾ മാത്രമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണോ പത്രസ്വാതന്ത്ര്യം? ദിലീപ് കോടതിയിലേക്ക് പോവുകയാണ്. ദിലീപ് വെള്ള ഷർട്ടും മുണ്ടുമാണ് വേഷമത്രേ. റിപ്പോർട്ടർ കണ്ടുപിടിച്ചതാണ്. ദിലീപ് കോടതിയിൽ വിധി കേൾക്കാൻ പോകുമ്പോൾ അയാൾ എന്ത് ഇട്ടിരിക്കുന്നു എന്ന് കേരളത്തിൽ മലയാള മനോരമ വീക്കിലേക്കാളും തറയല്ലേ. മലയാള മനോരമയും മംഗളവും എഴുതിയിരുന്ന പൈങ്കിളി നോവലുകളെക്കാൾ തറ ലെവലിലേക്കാണ് ഇപ്പോൾ റിപ്പോർട്ടർ വാർത്താ സംസ്കാരത്തെ കൊണ്ടുപോകുന്നത്. അണ്ടർവെയർ ഇട്ടിട്ടുണ്ടോ എന്നറിയാനായിട്ട് അത് ജട്ടി സാബുവിൻ്റെതാണോ എന്നുകൂടി കാലിൻ്റെ ഇടയിൽ ക്യാമറ വെച്ച് നോക്കി പറയണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. വൃത്തികെട്ടവന്മാർ. ദിലീപിനൊപ്പം പോയ പെൺവക്കീലന്മാർ നല്ല സുന്ദരികളായ കുറേ ചെറുപ്പക്കാർ പെൺകുട്ടികളാണ്. അവർ അലക്കി തേച്ച ഡ്രസ്സുകൾ ഇട്ട് കളഞ്ഞു എന്നാണ് വാർത്തയിൽ പറയുകയാണ്. അലക്കി തേച്ചിട്ട ഡ്രസ്സുകളും ഇട്ടാണ് പെൺ അഡ്വക്കേറ്റുമാർ ദിലീപിനെ അനുഗമിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ. മുട്ട ഉറങ്ങിയില്ല അത്രേ. ഈ വിധി പ്രഖ്യാപിക്കുന്നതിൻ്റെ 2 ദിവസം കൊണ്ട് മുട്ട ഉറങ്ങിയില്ല എന്നാണ് പറയുന്നത്. കാരണം ലോകത്ത് നിന്ന് മുഴുവൻ വിളിയായിരുന്നു എന്നാണ് പറയുന്നത്. നുണ ലൈവ് തുടങ്ങാറായോ എന്നായിരിക്കും മിക്കവാറും വിളിച്ച് ചോദിച്ചത്. അല്ലാതെ നല്ലത് വിളിച്ച് ചോദിക്കുമെന്ന് എനിക്ക് തോന്നില്ല. നായകനെ വക്കീൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആരും തടഞ്ഞില്ല അത്രേ. രാമപിള്ളയുടെ വക്കീൽ ഓഫീസിൽ നിന്ന് എന്തിനാ തടയുന്നേ? വിധി പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ പോണതിന് തടയുമോ? ആര് തടയും? ഒരുത്തനും തടയില്ല. അതൊക്കെ നിൻ്റെയൊക്കെ വ്യാമോഹമാണ്. ഇവന് മരപ്പെട്ടിക്ക് ഈനാൻ വെച്ച് കൂട്ടെന്ന് പറയുമ്പോൾ അല്ലേ
ഇവനൊരു റിപ്പോർട്ടറുണ്ട് തലസ്ഥാനത്ത്, അവിടെ പതുങ്ങി നിൽക്കുന്നതാണ് കൂടെ. ഒളി ക്യാമറ എന്താണെന്ന് അറിയാത്ത ഒരു ബിഡ്ഡി കോടതി എന്താ പറയുക മുറ്റമായത് അവൻ്റെ നല്ല സമയമെന്ന് ഞാൻ പറയും ദിലീപിൻ്റെ വിധി പ്രഖ്യാപിക്കുമ്പോൾ. കാരണം അല്ലെങ്കിൽ ദിലീപിനെ ആരാധിക്കുന്ന പിള്ളേർ അവൻ്റെ നെയ്യെടുത്തന്നെ. കോടതി മുറ്റമായതുകൊണ്ടായിരിക്കും മിണ്ടാതെ വിട്ടത്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. അത്രയ്ക്ക് വെറുപ്പുകളാണെന്നേ ഈ ഇവറ്റകളെ കൊണ്ട്. ഒരുത്തനെ എങ്ങനെ കുരുക്കാമെന്ന് റിസർച്ച് ചെയ്യുന്നവന്മാരെ ജനത്തിന് വെറുപ്പാണ്. ഇവിടെ ശബ്ദമിറ്റി ജീവിക്കുന്ന സ്ത്രീ പറഞ്ഞായിട്ടില്ലേ ദിലീപിനെ എല്ലാ പടവും തടയുമെന്ന്. പിന്നെ അങ്ങ് ചെന്നാൽ മതി, പിള്ളേർ ഞോടും. അതിജീവിത ഒരു ചാനൽ ജഡ്ജിയാണല്ലോ കൂടെ കൂട്ടിയത്, അത് അതിനേക്കാളും രസമാണ്. അവർ പറഞ്ഞതാണ് രസം. ദിലീപ് ബലാത്സംഗം ചെയ്തിരുന്നെങ്കിൽ പോട്ടേന്ന് വയ്ക്കാമായിരുന്നു. ഇതിപ്പോൾ പല്ല് തേക്കാത്ത പോലുള്ള ഒരു വീപ്പ ചെറുക്കനെ ആയിപ്പോയി ഈ ജോലി ചെയ്തത്. എന്ത് പറയാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. വേറൊരു പെണ്ണുമ്പിള്ള ഒരു വക്കീലെത്തി തന്നെ പറയുകയാണ് ദിലീപ് എല്ലാം ടാമ്പർ ചെയ്തതാണ്. രാമൻപിള്ള സാറിന് കൊടുത്ത കാശ് കൃത്യമാണോ എന്ന് അറിയണം അവർക്ക്. ഞാനൊരിക്കൽ വയറ് നിറയെ കൊടുത്ത വ്യക്തിയാണ്. നമ്മൾ ചാനൽ ചർച്ചയിൽ ഈ മൊട്ടാരുണ്ട് ഒരു പ്രോഗ്രാമിൽ തന്നെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴേ അവിടെ ഇരുന്നുണ്ട് ഇങ്ങനെ കാക്കുന്ന ഒരു വക്കീലാണ് അവർ പറയാണ് രാമൻപിള്ള സാറിന് കൃത്യമായി കാശ് കിട്ടിയതെന്ന് അറിയണമെന്ന്. രാമൻപിള്ളേർ ആരാ അവള്? രാമൻപിള്ളയുടെ ആരാ? രാമൻപിള്ള സാറിന് ചിലപ്പോൾ ദിലീപ് 1 കോടി പറഞ്ഞെങ്കിൽ 10 കോടി കൊടുത്തു കാണും. അല്ലെങ്കിൽ രാമൻപിള്ള സാറിന് 1 കോടി എന്ന് പറഞ്ഞാൽ 50 ലക്ഷം കൊടുത്തു കാണുള്ളൂ. അത് രാമൻപിള്ള സാറിന് പരാതിയില്ലെങ്കിൽ ഇവക്കെന്ത്? ചാനൽ ചർച്ചയിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. രാമൻപിള്ള സാറിന് കൃത്യമായി പറഞ്ഞ തുക കിട്ടിയോന്ന് അറിയണം. വേറൊരുത്തിയാണെങ്കിൽ രാജിവയ്പ്പ്, കരച്ചിൽ, അനാവശ്യം പറച്ചിൽ, ഒരു ബഹളം തന്നെ. വട്ടായോന്ന് തോന്നുന്നു നമുക്ക് കണ്ടാൽ. ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും. ഞാൻ ഇടയ്ക്ക് വെച്ച് ഇതൊക്കെ നിർത്തി വയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഇവരെ പറ്റി പറയുന്നത്. ഭർത്താവ് മരിച്ചപ്പോൾ കാശിന് വേണ്ടി ക്യാമറയ്ക്ക് മുന്നിൽ ബോസ് കളിച്ച കക്ഷിയാണ്. പക്ഷെ നടിയുടെ കാര്യം ഓർത്താൽ അവർ കരയും. എന്ത് ബന്ധമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു അനുജത്തിയെ പോലെയാണല്ലോ ഈ അതിജീവിത. അവളോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. നിൻ്റെ വീട്ടിൽ നടക്കുന്ന സകലമാന കാര്യങ്ങളും പഠിച്ച് നാളെ ഒരു ബാലചന്ദ്രകുമാർ റാവും ഈ പെണ്ണും പിള്ള എന്നാണ് എനിക്ക് അതിജീവിതയോട് പറയാനുള്ളത്. എൻ്റെ പൊന്നുമോളെ, നീ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. സുപ്രീം കോടതി പറഞ്ഞാൽ ദിലീപിനെ അംഗീകരിക്കും അത്രേ. സ്ത്രീകൾ ദിലീപിൻ്റെ പടം ഇനി കാണില്ലത്രേ. കാരണം കോടതി അയാളെ നിരപരാധിയായി പ്രഖ്യാപിച്ച് കളഞ്ഞില്ലേ. അതുകൊണ്ട് ഇനി ദിലീപിൻ്റെ പടം കാണണ്ടെന്നാണ് അവർ പറയുന്നത്. 1-ലേറെ പേർ വേടനെതിരെ പറഞ്ഞപ്പോൾ ഈ അമ്മച്ചി എവിടെ പോയിരുന്നു എന്ന് ആരെങ്കിലും കാണുമ്പോൾ ചോദിക്കണം. വേടൻ്റെ അടുത്തിരിക്കുകയായിരുന്നു ഒരു ഫംഗ്ഷനിൽ സർക്കാരിൻ്റെ. എന്നിട്ടാണ് എന്താ വേടൻ്റെ മുമ്പ് ഇരുന്ന് കരയാത്തത്? എടാ നീ 2 പാവം മെഡിസിനൊക്കെ പഠിക്കുന്ന കുട്ടികളെല്ലടാ ദ്രോഹി, നീ ചതിച്ചത് എന്ന് ചോദിക്കുന്നില്ല. അവൻ്റെ കിണിച്ചുകൊണ്ടിരിക്കുന്നു. KPAC ലളിത ജീവിച്ചിരുന്നെങ്കിൽ ഈ നടിയോട്, ഈ അതിജീവിത കുട്ടിയോട് അവർ പറഞ്ഞു കൊടുത്തനെ ഈ അമ്മച്ചിയുടെ കൊണവതിയാരം. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്, കൂടെ നിന്നും കൂടെ കിടന്നും പണി തരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പം തൃശ്ശൂരാണെന്നുകൊണ്ട് പൊറുതി. ഞാൻ അവളെ വീട്ടിൽ നിന്നാണ്, അയ്യോ ഞാൻ അവളെ വീട്ടിൽ നിന്നാണ് എല്ലാം പറയണത്, എനിക്ക് സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞ് കരയുന്നു. നിങ്ങളാലോചിക്കുക, വട്ടായി എന്ന് തോന്നുന്നു. ഇവർ KPAC ലളിതയുടെ മകൻ സിദ്ധാർത്ഥ് ഒരു കാർ ആക്സിഡൻറ്റ് പറ്റി മതിലിൽ ഇടിച്ച് നിന്ന് മരിച്ചു പോവും എന്നുള്ള ഘട്ടത്തിൽ ആശുപത്രിയിലായി. ലളിത ചേച്ചിയുടെ കയ്യിൽ കാശില്ല. ഇവരപ്പോൾ ലളിത ചേച്ചിയുടെ കൂടെ നടക്കുന്ന കാലമായിരുന്നു. ഞാൻ അതിന് വഴി കാണാമെന്നുണ്ട്. ഇവർ ഒരുപാട് സിനിമാക്കാരെ വിളിച്ചു സഹായിക്കണമെന്നുണ്ട്. അങ്ങനെ സഹായിക്കണമെന്ന് പറയാനാണോ കാശ് വാങ്ങാനാണോ എന്നുള്ള മമ്മൂട്ടിയുടെ അടുത്തിരുന്നു. മമ്മൂക്കയോട് ചോദിച്ചു, ഇങ്ങനെയാണ് ഒരു പ്രശ്നം, അവൻ ചാവാൻ കിടക്കുകയാണ്, കുറേ കാശ് വേണം ഓപ്പറേഷന് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതെന്ത് പറ്റിയെന്നോ? എന്ത് പറ്റിയതാ? വലിക്കുക കുടിക്കുക എന്തോ ചെയ്തുകൊണ്ട് ബോധമില്ലാതെ കൊണ്ട് കാർ കൊണ്ട് ഇടിച്ചതെന്നേ. ഒരു പയ്യൻ ബോധമില്ലാതെ അബോധാവസ്ഥ കിടക്കുമ്പോൾ അവന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യണം എന്ന് പറയാൻ ചെന്നിട്ട് മമ്മൂക്കയെ പോലെ ഒരാളിനോട് പറയാണ് വലിക്കുക കുടിക്കുക എന്തൊക്കെ ചെയ്തിട്ട് മതിൽ കൊണ്ട് ഇടിച്ചത്. മമ്മൂക്ക അല്ലേ കക്ഷി. അദ്ദേഹം ഈ വിവരം വിളിച്ച് ലളിത ചേച്ചിയോട് പറഞ്ഞു, നിങ്ങൾ നല്ല ആളിനാണല്ലോ കൊണ്ടു കിടക്കണേ, ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടല്ലോ എന്ന് പറഞ്ഞു. ഈ സിദ്ധാർത്ഥൻ ആശുപത്രി കിടക്കയിൽ നിന്നൊക്കെ എണീറ്റപ്പോൾ ഈ വാർത്ത അറിഞ്ഞു. അങ്ങനെ അവൻ വീട്ടിലുള്ളപ്പം ഒന്നും അറിയത്തല്ലേ, വീണ്ടും വരെയാണ് നുണ കേൾക്കാൻ. അവൻ ഇറക്കി വിട്ടു ആ വീട്ടിൽ നിന്ന്. ഇല്ല എന്ന് സിദ്ധാർത്ഥൻ പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് കക്ഷി. അതുകൊണ്ട് അതിജീവിത കുട്ടിയോട്, എൻ്റെ അനിയത്തിയോട്
എന്നെ വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ദിനേശ് ചേട്ടാ എന്ന് വിളിക്കുന്ന അത്രയും ഭംഗിയായിട്ട് വിളിച്ചിരുന്ന ആളാണ്. ഈ അടുത്ത കാലത്തും ആർട്ട് ഡയറക്ടർ വടക്കാഞ്ചേരിക്കാരൻ രാജേഷിനെ കണ്ടപ്പോൾ ദിനേശ് ചേട്ടന് സുഖമാണോ എന്ന് അവൾ ചോദിച്ചു. എനിക്ക് നിന്നോട് പറയാനുള്ളത്, ദുഷ്ടനെ കണ്ടാൽ ദൂരെ ദൂരെ എന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്. നിൻ്റെ വീട്ടിൽ ഇനി കയറ്റരുത്, നിൻ്റെ അധോഗതിയായിരിക്കും ഉണ്ടാവുക. കാരണം എന്തെങ്കിലും പ്രശ്നത്തിൽ പിണങ്ങിയാൽ നീ പറഞ്ഞത് മുഴുവൻ പുറത്തു വരും. ഞാൻ പറയുകയാണ്. പിന്നെ ബാർ അസോസിയേഷനിൽ നിന്ന് ഊമക്കത്ത്, ജഡ്ജിയെ തെറി പറയാൻ ഊമക്കത്ത് അയക്കുന്ന കലാപരിപാടികൾ, അമ്മ ഭാരവാഹികൾ വിളിച്ച് നടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചില്ല എന്നാണ് ഈ ശബ്ദം കൊടുക്കുന്ന കലാകാരിയുടെ മറ്റൊരു പരാതി. അമ്മ മോശം, ഫെബ്കോ മോശം, ജഡ്ജി മോശം, ദിലീപ് മോശം, ആകപ്പാടെ എല്ലാ സദ്ഗുണസമ്പന്നമായ ഒരാളേ ഉള്ളൂ ഈ കക്ഷി. ദിലീപിനെ ഈ കേസിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും നിരപരാധിയാക്കിയാലും അവന് ഞാൻ പിന്തുണ കൊടുക്കില്ല എന്നാണ് പറയുന്നത്. എന്തൊരു പുല്ലിന് ഇതിൻ്റെയൊക്കെ പിന്തുണ. ഇതിനിടയിലാണ് ഫെഫ്കയിലെ രാജി. ഫെഫ്ക ഡബ്ബിംഗ് യൂണിയനിൽ നേതാവായിരുന്നു തുടക്കകാലത്ത്. ഇവർ നേതാവായതിനാൽ ഡബ്ബിംഗ് രംഗത്തെ കുലപതിയായ പ്രൊഫസർ അലിയാർ സാർ അടക്കം അതിൽ അംഗത്വം എടുത്തിട്ടില്ല. ഈ കക്ഷിയുടെ കൂടെ ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് എടുത്തില്ല. ഫെഫ്ക എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം ചിലവായി എന്ന് പറഞ്ഞിട്ട് 10,000 മറ്റോ ഒക്കെ തുടർച്ചയായിട്ട് എഴുതിയെടുക്കുമായിരുന്നു. അത് ചോദ്യം ചെയ്തപ്പോൾ ആ പോസ്റ്റിൽ നിന്ന് കൈയൊഴിഞ്ഞു. കാരണം 500 രൂപ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത, 1000 രൂപ കൊടുത്താൽ അന്തസ്സായിട്ട് എറണാകുളത്ത് പോയിട്ടില്ല, ഇത് ഫ്ലൈറ്റിൽ വന്നു എന്ന് പറഞ്ഞ് എഴുതിയെടുക്കും. അങ്ങനെ അവിടെ നിന്ന് വച്ചൊഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും അതിൻ്റെ നേതാവാനായിട്ട് അകത്ത് കയറാൻ വഴിയൊരുക്കി വന്നതാണ്. ഇനിയിപ്പോൾ വേണ്ടല്ലോ, കാരണം രാജിവെച്ചു. മലയാള സിനിമയിൽ ഇപ്പോൾ പഴയതുപോലെ അല്ല. ഇപ്പോൾ കിളവിമാരൊക്കെ ഒന്നും അധികം വേഷങ്ങളില്ല, റോളുകളില്ല സിനിമയിൽ. അതുകൊണ്ട് തന്നെ കിളവികളുടെ ശബ്ദമൊന്നും ഇനി വേണ്ടല്ലോ. അതുകൊണ്ട് എല്ലാം ചെറുപ്പക്കാർ പിള്ളേരല്ലേ, ആണായാലും പെണ്ണായാലും, അവരുടെ എത്ര മോശം ശബ്ദമായാലും നല്ല ശബ്ദമായാലും അവർ തന്നെ കൊടുക്കും. അതിനാൽ വർക്ക് കിട്ടാത്തതാകും എന്ന പേടി ഇനി വേണ്ട. കാരണം രാജിവെച്ചുകൊണ്ടാണ് വർക്ക് കിട്ടാത്തതെന്ന് പറയാമല്ലോ. അല്ല, കുറേ കാലമായിട്ട് ഷെഡിലാണ്. യാതൊരു കാരണവശാലും തിരിച്ചെടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആകപ്പാടെ എനിക്ക് WCCയോട് ബഹുമാനം തോന്നിയത് ഒരൊറ്റ കാര്യമാണ്. അവരംഗത്വം എടുക്കുക, അവർ കൂടെ കൊണ്ടുവിടുകയൊക്കെ ചെയ്യില്ല. അവർക്കറിയാം ഇത് ഇൻ്റർനാഷണൽ നുണച്ചിയാണ്, അവർ അടുപ്പിച്ചില്ല. അതിൽ മാത്രമാണ് എനിക്ക് WCCയോടൊരു ബഹുമാനമുള്ളത്. പിന്നെ എൻ്റെ സർക്കാർ അപ്പം കാണുന്നവരെ അപ്പാന്ന് വിളിക്കുന്നവരെയൊക്കെ ആണല്ലോ അവർ കൊണ്ടു കിടക്കുന്നത്. പ്രത്യേകിച്ച് സജി ചെറിയാൻ, അദ്ദേഹത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്നേ. ഒരു മീറ്റിങ്ങിനൊക്കെ അക്കാഡമിയിലെ ചലച്ചിത്ര അക്കാഡമിയിലൊക്കെ ഏതെങ്കിലും മീറ്റിങ്ങിനൊക്കെ വന്നാലേ ആ ഡയസിലിരിക്കേണ്ടത് 3-4 പേരായിരിക്കും. അപ്പോൾ സജി ചെറിയാൻ നേരത്തെ വരും, വന്ന് ഇങ്ങനെ ഇരുന്ന് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ രത്നം നടന്നു വരുന്നത്. വന്ന് ഫ്രണ്ടിൽ ഒരു സീറ്റ് നോക്കും, എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സജി ചെറിയാൻ വാ ഇവിടെ ഇരിക്കാം വാ വാ എന്ന് വിളിച്ച് ഫ്രണ്ടിൽ ഇരുത്തും. ചെന്നിടം തന്നെ സജി ചെറിയാൻ്റെ മുമ്പേ കാലുമേ കാലുമൊക്കെ ഇട്ട് ഈ അക്കാഡമി ഭരിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ മൊത്തം സ്ത്രീകളുടെ കാര്യം ഭരിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് സജി ചെറിയാനോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നവരെ തന്നെ ആയിരിക്കും നല്ലത്. അതുകൊണ്ട് ചുമന്നുകൊണ്ട് നടക്കട്ടെ സജി ചെറിയാൻ എന്ന് ഞാൻ പറയും. ചലച്ചിത്ര അക്കാഡമിയിലും ചലച്ചിത്ര വികസന കോർപ്പറേഷനിലും ചലച്ചിത്ര ക്ഷേമനിധിയിലും സജി ചെറിയാൻ ഇവരെ വയ്ക്കണം. 3ലും കമ്മിറ്റിയിൽ എടുക്കാൻ പറ്റിയ യോഗ്യതയുള്ളവരാണ്. BJP ആണെങ്കിൽ സെൻസർ ബോർഡിലും ഇരുത്തിക്കോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടാൽ അറിയാത്തവർ കൊണ്ടാൽ അറിയട്ടെ. ഇനി ഞാൻ പറയുന്നത് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം അല്പം സീരിയസ് ആയ കാര്യമാണ്. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. കേരളത്തിലെ ഒരു ചാനലിലും ഒരു പത്രത്തിലും ഇത് വന്നിരിക്കില്ല. 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഈ വിചാരണക്കാലത്ത് മാറിയപ്പോഴാണല്ലോ നമ്മുടെ വെയിറ്റേർ സ്വാമി 3ാമത് വന്നത്. 100% സത്യസന്ധമായി ഞാൻ പറയുന്നു. ഞാൻ ഏതൊക്കെ ചാനലിൽ ചർച്ചയ്ക്ക് പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഈ സ്വാമി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 10 തവണയെങ്കിലും എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ദിനേശേ ആ ദിലീപിനെ വിളിച്ച് പറ കേസ് എനിക്ക് തരാൻ. പുല്ലുപോലെ ഞാൻ വാദിച്ച് ഇറക്കിത്തരാം. ഈ കേസിൽ ദിലീപിനെ കണക്ട് ചെയ്യാൻ ഒന്നുമില്ല തെളിവായിട്ട്. ഈ പറഞ്ഞ ദേഹമാണ് ഇപ്പോൾ 3ാമത്തെ ആളായിട്ട്, സർക്കാരിൻ്റെ ആളായിട്ട് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ചിലപ്പോൾ മാറ്റി പറയും, കള്ളം പറയും, ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ എനിക്ക് ദിനേശനെ അറിഞ്ഞേ കൂടാന്ന് ചിലപ്പോൾ പറഞ്ഞില്ലേ. അദ്ദേഹം പറഞ്ഞതാണ്, പുല്ലുപോലെ ഞാൻ ഇറക്കിത്തരാം. കാരണം ഞാൻ കേസ് മൊത്തം വായിച്ചു നോക്കി ഇയാളെ. പക്ഷേ കേസ് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ദിലീപിനെ തൂക്കിക്കോ തന്നെ, അത് വേറൊരു കാര്യം. ആദ്യത്തെ ആൾ പോയത് ആദ്യത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ പോയത് അദ്ദേഹത്തിൻ്റെ ഈഗോ ഒന്നുകൊണ്ട് മാത്രമാണ്. 2ാമത്തെ ആൾ പോയത് ഒരു കാരണവുമില്ലാതെ ഈ കേസ് അട്ടിമറിക്കാനായിട്ട് മാത്രമാണ് പോയത്. ആദ്യത്തെ ആൾ ജഡ്ജിയെ പറ്റി, ഹണിയും വർഗീസിനെ പറ്റി
മോശമായൊരു കമൻറ്റ് പറഞ്ഞു. ജഡ്ജി ഇതറിഞ്ഞു. കോടതിക്ക് പുറത്ത് കേട്ടപ്പോൾ താങ്കൾ പറഞ്ഞ കമൻറ്റുകൾ മോശമായിപ്പോയി എന്ന് ജഡ്ജി നേരിട്ട് ഈ പബ്ലിക് പ്രോസിക്യൂട്ടറോട് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചാൽ, ഇയാൾ പറഞ്ഞത്, ഈ തെറി പറഞ്ഞത് ഒരു സ്റ്റാഫിനോടാണ്. ജഡ്ജിയുടെ കൂടെയുള്ള സ്റ്റാഫാകുമ്പോൾ അവരോടല്ലേ കൂറുണ്ടാവും. ആ സ്റ്റാഫ് ചെന്ന് ജഡ്ജിയോട് പറഞ്ഞു. കക്ഷിക്ക് പിന്നെ ജഡ്ജിയെ ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ട്രാൻസ്ഫർ അപേക്ഷയിൽ കക്ഷി ഇതിനെ നേരെ തിരിച്ചിട്ടു. ജഡ്ജി എന്നെപ്പറ്റി മോശം കമൻറ്റ് പറഞ്ഞു എന്ന് മാറ്റി. വാദി പ്രതിയായി. മനസ്സിലായില്ലേ? ട്രാൻസ്ഫർ പെറ്റീഷൻ കൊടുത്താൽ ഈ കേസ് മറ്റൊരാളിലേക്ക് മാറ്റും എന്ന് കരുതി അത് പൊളിഞ്ഞു പോയി. ഞാൻ ട്രാൻസ്ഫർ ആവുകയാണ്, എനിക്കിത് ഞാൻ ഇനി ഇവിടുത്തെ പി ആയിട്ടിരിക്കില്ല എന്ന് പറഞ്ഞാൽ ജഡ്ജിയെ മാറ്റും എന്ന് വിചാരിച്ച്. പക്ഷെ അത് നടന്നില്ല. തൃശ്ശൂരിൽ ഇദ്ദേഹം സീനിയർ പ്രോസിക്യൂട്ടറും ഇപ്പോൾ ജഡ്ജിയായിരിക്കുന്ന ഇവർ ജൂനിയർ പ്രോസിക്യൂട്ടറും ആയിരുന്നു. അയാളായാൽ ജഡ്ജിയെ വരുതിയിലാക്കാം എന്ന് കരുതിയിരിക്കാം സർക്കാർ. സീനിയറും ജൂനിയറും പഴയ കഥയല്ലേ. ഇവിടെ ജഡ്ജിയും പബ്ലിക് പ്രോസിക്യൂട്ടറും അല്ലേ. അത് ഈഗോ വർക്കൗട്ടായി. എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നവൾ ജഡ്ജി ആയിരിക്കുമ്പോൾ എൻ്റെ കീഴിലിരിക്കണം എന്ന് ഇദ്ദേഹം വിചാരിച്ച് കാണാം. അപ്പോൾ അത് ഈഗോ വർക്കൗട്ടായി. അവിടെ ബോൾഡായ ഒരു സ്ത്രീയാണല്ലോ നമ്മുടെ ഈ ജഡ്ജി. അതാണ് ദിലീപിന് കിട്ടിയ മഹാഭാഗ്യം. കളി നടന്നില്ല. രണ്ടാമത്തെ ആളിൻ്റെ കാര്യം, ബൈജു പൗലോസിനെ പോലെ ഇനി വിസ്തരിക്കാൻ 2-3 പേരേ ഉള്ളൂ എന്ന ഘട്ടമെത്തി. ആ സമയത്താണ് ബാലചന്ദ്രകുമാറിൻ്റെ എഴുന്നള്ളത്ത്. ട്രയൽ നിർത്തിവെക്കണം എന്ന് രണ്ടാമത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. അതിനൊരു വഴിയേ ഉള്ളൂ, പബ്ലിക് പ്രോസിക്യൂട്ടർ രാജിവെച്ചാൽ മതി. അതോടുകൂടി കേസ് വീണ്ടും കിടക്കുമല്ലോ. ആദ്യത്തെ 2 പ്രോസിക്യൂട്ടർമാർ 202 സാക്ഷികളെ വിസ്തരിച്ചു, അവർ രണ്ടുപേരും കൂടി. രണ്ടാമത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജിവെച്ചപ്പോൾ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ 5 സാക്ഷികളെ വിസ്തരിച്ചു. അങ്ങനെ 207 സാക്ഷികളെ 3 പേര് ചേർന്ന് വിസ്തരിച്ചു. മൂന്നാമൻ 3 കൊല്ലം കൊണ്ട് 261-ൽ 207 പോയാൽ 54 സാക്ഷികളെ വാദിച്ചു. 3 വർഷം കൊണ്ട് 54 പേരെ. എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ചാനൽ പൊട്ടന്മാർ കൊടുക്കുന്ന ചവറുകൾ കോടതിയിൽ കൊണ്ട് തട്ടും. ഇത് മുഴുവൻ കോരിക്കളയുന്ന ഗതികേടിലായി രാമപിള്ള സാറും സംഘവും. ദിലീപും പൾസറുമായി നേരിട്ട് കണ്ട ഏക സാക്ഷിയേ ഉള്ളൂ. അത് എറണാകുളം ടെന്നീസ് ക്ലബ്ബിൽ വെച്ചാണ്. 360 സാക്ഷികളായിരുന്നു ആദ്യ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. അതിലൊരാളാണ് ഈ ദിലീപും പൾസറുമായിട്ട് കണ്ട ഏക സാക്ഷി. ടെന്നീസ് ക്ലബ്ബിലെ ഒരു അറ്റൻഡറായിരുന്നു. ദിലീപും പൾസറും ഒന്നിച്ചു കണ്ട ലോകത്തിലെ ഏക സാക്ഷിയാണ് ഈ അറ്റൻഡർ. ജോർജേട്ടൻ്റെ പൂരം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ് ടെന്നീസ് ക്ലബ്ബിൽ നടക്കുമ്പോൾ ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്ത് ദിലീപും പൾസറും കൂടി കസേരയിലിരുന്ന് സംസാരിക്കുന്നത് ഈ അറ്റൻഡർ കണ്ടു എന്നായിരുന്നു കോടതിയിൽ കൊടുത്തത്. ഇൻഡോർ സ്റ്റേഡിയത്തിലിരുന്ന് ആരെങ്കിലും സംസാരിച്ചാൽ അവിടെയുള്ള എല്ലാവർക്കും ഭംഗിയായിട്ട് കാണാൻ പറ്റും. 120ഓളം ഷൂട്ടിംഗ് ക്രൂ തന്നെയുണ്ട്. പക്ഷേ ഇവരാരും ദിലീപും പൾസറും കൂടെ സംസാരിക്കുന്ന കണ്ടിട്ടേയില്ല. ഇവർക്ക് രഹസ്യമായ ബന്ധമാണെന്ന് പോലീസ്, ഇവർ പരസ്യമായിട്ട് കസേരയിട്ട് സംസാരിച്ചെന്ന് ഈ അറ്റൻഡർ വിസ്താര സമയത്ത് പറഞ്ഞ് പഠിപ്പിച്ചതെല്ലാം ഇയാൾ തത്ത പറയുന്ന പോലെ പറഞ്ഞു. അറസ്റ്റ് ചെയ്യുമ്പോഴും ജാമ്യം എതിർക്കുമ്പോഴും പോലീസ് കൊടുത്ത 20 സാക്ഷികളിൽ ഇയാളില്ല. പിന്നീടാണ് ഇയാളെ ഉണ്ടാക്കിയത്. പഴയ ഡേറ്റ് വെച്ച് മൊഴി കൊടുത്ത് എന്നാക്കി. 30/6 മൊഴി കൊടുത്തവരിൽ ഈ അറ്റൻഡറില്ല. അവിടെ ജോർജേട്ടൻ്റെ പൂരവുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുത്ത ആ സെറ്റിലുണ്ടായിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇദ്ദേഹം ഇല്ല. ക്രോസ് വിസ്താരത്തിൽ ഈ ടെന്നീസ് ക്ലബ്ബിൽ ഈ പറയുന്ന നടി പതിവായി വരും. അവിടുത്തെ ജിംനേഷ്യത്തിൽ ആണ് അവർ വരുന്നത്. സ്വാഭാവികമായും അവിടെ ഉള്ളവരോടെല്ലാം നല്ല ബന്ധമുണ്ടാകും, അത് സ്വാഭാവികം. അവിടുത്തെ ട്രഷറർ ദിലീപിൻ്റെ പഴയൊരു പ്രൊഡ്യൂസറാണ്. ദിലീപും ഇയാളുമായൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഈ മഹാൻ അറ്റൻഡറിനോട് പറഞ്ഞു, നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയും. ഞാൻ കണ്ടിട്ടില്ല സാറേ എന്ന് അയാൾ. നീ കണ്ടു എന്നാണ് അവർ പറയുന്നത്, അങ്ങ് പറഞ്ഞേക്കുന്നത് എന്നായി ട്രഷറർ. അറ്റൻഡർ റെഡി. കൂട്ടിക്കയറി നിന്നു. ചോദ്യങ്ങൾ വന്നപ്പോൾ പുള്ളിക്കൊന്നും അറിയാമെന്ന് പറയാൻ പറ്റാണ്ടായി. മൊത്തം കുളമായി.
വാദിഭാഗത്തിൻ്റെ ഏക ദൃക്സാക്ഷി പൊളിഞ്ഞു, പ്രോസിക്യൂട്ടർ രാജിവെച്ചു. ഇവിടെ ഏതെങ്കിലും ചാനൽ, ഏതെങ്കിലും പത്രമുത്തശ്ശി ഈ സംഭവം പറഞ്ഞോ? പറയില്ല. ജഡ്ജിയോടുള്ള അഭിപ്രായ വ്യത്യാസം കാരണം രാജിവെച്ചു പബ്ലിക് പ്രോസിക്യൂട്ടർമാർ എന്ന വാർത്ത കൊടുത്തു. ഒരു ന്യായാധിപയെ എത്ര മോശക്കാരിയാക്കാമെന്ന് ഇവിടെയുള്ള പത്രക്കാരും ചാനലുകാരും കുറേ യൂട്യൂബർമാരെന്ന് പറഞ്ഞാൽ വൃത്തികെട്ടന്മാർ കൂടി മത്സരിച്ച് കളിച്ച് ഇതൊക്കെ കണ്ടാൽ ജഡ്ജി വിരളും എന്ന് കരുതി. പക്ഷേ ജഡ്ജി ആൾ വേറെയാണ്. ഒപ്പം ജഡ്ജിയുടെ അപ്പൻ തൃശ്ശൂരിലെ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആൾ കൂടി എന്നുകൂടി അങ്ങോട്ട് ചേർത്തു. ഇന്നലെയും ജസ്റ്റിസ് കമാൽ പാഷ സാർ പറയുന്നു, അവരെ മോശക്കാരിയാക്കരുത്, അവർ എൻ്റെ ജൂനിയറായിരുന്നു, അവരുടെ ഫയലുകൾ വരുത്തി ഞാൻ പലതവണ പരിശോധിച്ചു, അവർ വഴിവിട്ട് ഒന്നും ആർക്കും ചെയ്യില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. കാരണം CPMകാർ പ്രതിയാവുന്ന കേസുകളിൽ അച്ഛൻ CPM നേതാവായതുകൊണ്ട് ഇവരെന്തെങ്കിലും വഴിവിട്ട് ചെയ്തോ എന്നറിയാൻ ആരെയും വിശ്വാസമില്ലാത്ത കമാൽ പാഷ സാറ് ഇവരുടെ ഫയലുകൾ വിളിച്ചു വരുത്തി പരിശോധിച്ചപ്പോൾ ഒരു ഫയലിൽ പോലും അനാവശ്യമായി അവർ കൈ കടത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ പള്ളിക്കുടം വരാന്ത കയറിയിട്ടില്ലാത്ത സ്ത്രീരത്നം അടക്കം പറയുന്നത് 4 വർഷം മുമ്പ് വിധി എഴുതി കാശ് വാങ്ങി ജഡ്ജി എന്നാണ്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പരസ്യമായി പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 4 വർഷം മുമ്പേ എനിക്കറിയാം ഈ വിധി ഇങ്ങനെ ആയിരിക്കും. കാരണം 4 വർഷം മുമ്പേ വിധി എഴുതി കാശ് വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ജുഡീഷ്യറിയെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം. കോടതിയെ പരിഹസിക്കുന്നവരെ ബഹുമാനപ്പെട്ട കോടതി വെറുതെ വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദിലീപേ, ഒരു 10 എണ്ണത്തിൻ്റെ പേരിൽ 10 കോടി രൂപ വെച്ച് മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം. ഈ അന്വേഷണക്കാരിയും ഹാർമോണിയം പെട്ടി വായിച്ച് 4 കൊല്ലം അപഖ്യാതി പറഞ്ഞ മഹാനെയും ചർച്ചയ്ക്ക് ചെല്ലുന്നവരെ പോലും പുളിച്ച തെറി പറഞ്ഞ് രസിക്കുന്ന ഒരു വേന്ദ്രനുണ്ടല്ലോ, അവനെയൊക്കെ കോടതിയിൽ കയറ്റണം എന്നാണ് എനിക്ക് ദിലീപിനോട് പറയാനുള്ളത്. ദിലീപിൻ്റെ സിനിമ ഓടാൻ സമ്മതിക്കില്ല എന്ന വീമ്പ് പറയുന്ന അതിജീവിതയുടെ വീട്ടിൽ പെറ്റുകിടക്കുന്ന ഏഷണിക്കാരിയെയും വിടരുത് എന്നാണ്, ഒരു ദാക്ഷിണ്യവും കാണിക്കരുതെന്നാണ് എനിക്ക് ദിലീപിനോട് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം, അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന പത്രമുത്തശ്ശിമാരെയും ചാനൽ മാമന്മാരെയും ദിലീപ് അകറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് മാത്രം ദിലീപ് പിണറായിയെ മാതൃകയാക്കണമെന്ന് ഞാൻ പറയും. കടക്ക് പുറത്ത് എന്ന് തന്നെ പറയണം. നിങ്ങളുടെ പടം നല്ല രസമുള്ളതാണെങ്കിൽ അത് ജനം കാണും, മോശമാണെങ്കിൽ നിങ്ങളുടെ ഫാൻസ് പ്രസിഡൻറ്റ് പോലും അത് കാണുകയില്ല. ഈ ചാനലുകാർക്ക് ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ലെന്ന് താങ്കൾ തെളിയിക്കണം. നല്ല കഥയുമായി നല്ല നിർമ്മാതാക്കളുമായി ആര് വന്നാലും അവരെ നടത്തിക്കാതെ ജാതകം നോക്കാതെ ചെയ്യണം. നിങ്ങൾക്കൊരു ഇരിപ്പിടം, അത് നിങ്ങൾക്ക് മാത്രം ഇരിക്കാവുന്ന ഇരിപ്പിടം വീണ്ടും മലയാള സിനിമയിൽ ഉണ്ടാക്കണം. ഒറ്റ എണ്ണത്തിന് നമ്പരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ട് സിനിമയുടെ കഥ പറഞ്ഞ് 3.5 വർഷം നടത്തിച്ച വാശിയാണ് ആലപ്പി ഷറഫ് ദിലീപിനെതിരെ തിരിഞ്ഞത്. പാവം, ഇന്നലെ അയാൾ പറയാണ് ദിലീപിനെ നിരപരാധി എന്ന് പ്രഖ്യാപിച്ചു. ഞാൻ ഇന്നലെ വരെ പറഞ്ഞതെല്ലാം തെറ്റാണ്. അയാൾ നിരപരാധിയായി കോടതി പ്രഖ്യാപിച്ചതുകൊണ്ട് എൻ്റെ പിന്തുണ ദിലീപിനെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഈ ശബ്ദം വിറ്റ് ജീവിക്കുന്ന ജീവിയൊക്കെ ഇനിയിപ്പോൾ തുടങ്ങാൻ പോകുന്നത് ചിലപ്പോൾ ആലപ്പി ഷറഫിനെ തള്ളക്കി വിളിക്കാനായിരിക്കും. ഞാൻ പറയുന്നത്, ദിലീപേ, അധികം ശത്രുക്കളെ ഉണ്ടാക്കരുത്. നിങ്ങൾ ഒരുപാട് പേരെ സിനിമയിൽ ശത്രുക്കളെ ഉണ്ടാക്കി. ഈ അടുത്ത കാലത്ത് തന്നെ ഞാൻ തിലകൻ ചേട്ടൻ്റെ പ്രോഗ്രാം ചെയ്യുന്നത് തിലകൻ ചേട്ടൻ പറഞ്ഞിട്ടില്ലേ, തുളസിദാസ് വന്നപ്പോൾ നിങ്ങൾ ഇരിക്കാൻ കസേര കൊടുത്തില്ല. അതിൻ്റെ യാഥാർത്ഥ്യം തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് കണ്ടവർക്കെല്ലാം അറിയാം. നിങ്ങളുടെ കാല് മസിൽ പിടിച്ചിട്ട് നിങ്ങൾക്ക് മരുന്നെന്തോ പാമെന്തോ പുരട്ടിയിട്ട് ആ ബാം പുരട്ടിയ കാല് മണ്ണിലൊന്നും പെരളാതിരിക്കാൻ കസേരക്കൊണ്ടിരുത്തി. അപ്പോൾ വന്നപ്പോൾ അയക്ക് ഇരിക്കാൻ കസേര കിട്ടിയില്ല. അതിന് വരെ വലിയ ഇഷ്യൂ ആക്കിയ നാടാണ് തിലകൻ ചേട്ടൻ അടക്കം, സുകുമാർ അഴീക്കോടടക്കം ഒരുപാട് പേര് വാർത്തയാക്കിയ നാടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇനി ശത്രുക്കളെ കുറയ്ക്കും. ഒരു ജീവിത രീതി മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കും ദിലീപേ. നമ്മളുടെ ഒരു കഥ പറയാൻ വന്നാൽ കുഞ്ചാക്കോ ബോബനൊക്കെ പറയും പോലെ കഥ കേട്ടിട്ട് അയ്യോ ഇതെനിക്ക് പറ്റില്ല എന്ന് ഒന്നീ തുറന്നു പറയുക. ഞാൻ ഒരിക്കൽ ഇത് പറഞ്ഞപ്പോൾ ദിലീപ് എൻ്റെ പറഞ്ഞത്, ബൈ എനിക്ക് ഒന്നും നോ പറയാൻ പറ്റില്ല എന്ന്. അത് അയാളുടെ ഒരു ശീലമായിരിക്കാം. നോ പറയേണ്ടടുത്ത് നോ പറയണം. ഈ ശബ്ദം വിറ്റ് ജീവിക്കുന്ന നിന്നെ അനാവശ്യം പറഞ്ഞാൽ നിൻ്റെ അമ്മയുടെ വേഷം ഡബ് ചെയ്തിട്ട് 1,35,000 രൂപ വാങ്ങിച്ചിട്ട് ആ പടം കാണരുതേ എന്ന് പറഞ്ഞവരെയൊന്നും ജീവിതത്തിൽ ദിലീപ് മാത്രമല്ല, കാവ്യ മാത്രമല്ല, 2 കുട്ടികളും മുഖത്ത് നോക്കരുത്. അത്രയ്ക്കാണ് നിങ്ങളെ ദ്രോഹിച്ചത്. അതൊക്കെ ഓർക്കാൻ ദിലീപിന് ഇതൊരു നല്ല അവസരമാവട്ടെ. അടുത്ത പടം തുടങ്ങുന്നതിന് മുമ്പ് 88 ദിവസം ജയിലിൽ കിടന്ന അനുഭവങ്ങളും കോടതിയിൽ നിന്ന് ഇവരെല്ലാം പറഞ്ഞ നുണകളുമൊക്കെ നിങ്ങളൊന്ന് റീകളക്ട് ചെയ്തെടുത്ത് ഒന്ന് ആലോചിക്കണം. എന്നിട്ട് ഒരു പുതിയ മനുഷ്യനായി പഴയ പ്രതാപത്തോടെ ദിലീപ് വീണ്ടും മലയാള സിനിമയിൽ ശക്തനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിധി അപ്പുറത്ത് പ്രഖ്യാപിക്കുകയായിരിക്കാം. അത് വേറൊരു എപ്പിസോഡായിട്ട് എനിക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതിൻ്റെ കൂടെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതെ ദിനേഷ്, ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും മറ്റേ ചാനലുകാർ ഈ വിധി വരുന്നതിനൊക്കെ മുമ്പേ ഉള്ളവർ ഇതിനകത്ത് ദിനേശിനോട് ചോദിക്കുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് ദിലീപിന് ശിക്ഷ എത്ര പ്രാവശ്യമാണ് ദിനേശ് പറഞ്ഞത് കാക്ക മലന്ന് പറക്കുമെന്ന്. ആള് ലാസ്റ്റ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും ചോദിച്ചു. അപ്പോഴും ദിനേശ് പറഞ്ഞ് ഭയങ്കരമായി എനിക്കൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു, എങ്കിലും ഇത്ര അധികം വിശ്വാസം ദിലീപിന് പോലും ഉണ്ടാവില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത്രയും ധൈര്യമായിട്ടാണ് അത് ദിനേശ് പറഞ്ഞത്. വളരെ സത്യസന്ധമായിട്ട് ആത്മാർത്ഥത മനസ്സിൽ തട്ടി, ചങ്കിൽ തട്ടിയാണ് ദിനേശ് അത് പറഞ്ഞത്. ഇങ്ങനെ ഒരു വിധിയെ വരുള്ളെന്ന് വളരെ സന്തോഷം തോന്നുന്നു. ഓക്കെ, വളരെ വളരെ അഭിനന്ദനങ്ങൾ താങ്കൾ അറിയിക്കുന്നു. ഓക്കെ.